ഉണ്ടോ ഭാരം തുമ്പങ്ങളും അസംഖ്യം രക്ഷാകരമല്ലോ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 5-ാം സങ്കീർത്തനം 2-ാം വാക്യം. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ, എൻ്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹൃദയത്തിൽ നിന്നും പുറപ്പെടാത്ത വാക്കുകൾ നിഷ്പ്രയോജനമാണ്. നമ്മുടെ പ്രാർത്ഥനയും നിലവിളിയും എപ്പോഴും ഹൃദയത്തിൽ നിന്നും ഉയരേണ്ടതാണ്. ദാവീദിൻ്റെ ആഴമായ വിശ്വാസം ഈ വാക്യത്തിൽ പ്രതിഫലിക്കുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തെ വെളിപ്പെടുത്തുന്ന വാക്യം കൂടിയാണിത്. എൻ്റെ സങ്കടയാതന കേൾക്കേണ്ടവൻ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമാണ്. അവനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ എനിക്ക് മറുപടി നൽകും. ഈ ആഴമായ വിശ്വാസം തൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിലും ദാവീദിനെ ശക്തീകരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഈ ഒരു വിശ്വാസം നാമും ഈ നാളുകളിൽ വളർത്തിയെടുക്കണം. എൻ്റെ സങ്കടയാതന കേൾക്കുന്നവൻ എൻ്റെ രാജാവും എൻ്റെ ദൈവവുമാണ്. അവൻ്റെ അടുക്കൽ സകല പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ട്. അവൻ്റെ അരികിൽ നമ്മുടെ യാതനകളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നീ രാജാവും കർത്താവുമാണെന്നുള്ള വിശ്വാസത്തിൽ നിന്റെ അടുക്കൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.